إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ألم نجعل له عينين ولسانا وشفتين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സർവ്വലോക രക്ഷിതാവായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പ്രത്യേകം സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായിക്കൊണ്ട് ജീവിക്കണമേ എന്ന സ്വന്തത്തോടെന്ന പോലെ ഏവരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ യഥാർത്ഥ ഇബാദുകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടേറെ നിഅമത്തുകൾ നൽകുകയുണ്ടായി. അതിന്റെ ആ അനുഗ്രഹങ്ങളുടെ ഒരു വലിപ്പവും അതിന്റെ മഹത്വവും ഒക്കെ എത്രമാത്രമാണ് എന്ന് തിരിച്ചറിയാൻ വെറുതെ നമ്മളൊന്ന് നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ കണ്ണോടിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചതുപോലെ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഘടനയിൽ സംവിധാനിച്ചു എന്നുള്ളത്. അപ്പൊ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹങ്ങൾക്ക് കാരണമായിട്ടുള്ളതാണ്. ഈ കൂട്ടത്തിൽ നമുക്കറിയാം, മനുഷ്യ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നമ്മുടെയൊക്കെ നാവ് എന്നുള്ളത്. അതിന്റെ ഒരു അപകടത്തെയും അതിന്റെ ഒരു മഹത്വത്തെയും സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാവിന്റെ സൃഷ്ടിപ്പിൽ തന്നെ വലിയൊരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. നാവിന്റെ സൃഷ്ടിപ്പിൽ തന്നെ വലിയൊരു സന്ദേശം. അതെന്താ? മറ്റുള്ള അവയവങ്ങളെ പോലെ പുറത്ത് കാണുന്ന രീതിയിൽ, എപ്പോഴും പുറത്തേക്ക് കാണുന്ന രീതിയിലുള്ള ഒന്നല്ല നാവ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ
പഠിപ്പിച്ചതുപോലെ അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. സൂറത്തുൽ ബലദിലൂടെ അല്ലാഹ് പറഞ്ഞത് അങ്ങനെയാണ്. അലം നജ്അൽ ലഹു ഐനൈൻ, നാം നിങ്ങൾക്ക് രണ്ട് കണ്ണുകൾ നൽകുകയുണ്ടായി. വലിസാനൻ വശഫതൈൻ, ഒരു നാവും രണ്ട് ചുണ്ടുകളും, ഒരു നാവും രണ്ട് ചുണ്ടുകളും നാം നിങ്ങൾക്ക് നൽകുകയുണ്ടായി. അപ്പൊ ഈ നാവിനെ അള്ളാഹു സംവിധാനിച്ചത് തന്നെ വലിയൊരു സന്ദേശം നൽകിക്കൊണ്ടാണ്. നാവിനെ നമുക്ക് പുറത്ത് കാണാൻ പറ്റാത്ത രീതിയിൽ, എപ്പോഴും പുറത്ത് കാണാൻ പറ്റാത്ത രീതിയിൽ രണ്ട് ചുണ്ടുകൾക്കുള്ളിൽ ഭദ്രമായിക്കൊണ്ട് കോട്ട പോലെയുള്ള ബലിഷ്ഠമായിട്ടുള്ള പല്ലുകൾക്കും ഉള്ളിലായിക്കൊണ്ട് ചങ്ങലക്കിട്ട് വെച്ചതുപോലെ ഒരു അവയവത്തെ, എല്ലില്ലാത്ത ഒരു അവയവത്തെ സൃഷ്ടിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാവിന്റെ സൃഷ്ടിപ്പിലൂടെ തന്നെ വലിയ സന്ദേശം നൽകുന്നുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം ഈ നാവ് എന്ന് പറയുന്നത് യഥേഷ്ടം വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ എടുത്ത് പ്രയോഗിക്കാനുള്ള ഒന്നല്ല. ഇരുതല മൂർച്ചയുള്ള ഒരു വാള്, ഒരു ആയുധം, നാം അത് സൂക്ഷിക്കുക അതിൻ്റെതായിട്ടുള്ള ഉറയിലിട്ടുകൊണ്ടാണ്. അതല്ല എങ്കിലോ ഇരുതല മൂർച്ചയുള്ള ഒരു വാള് നാം ഇങ്ങനെ അശ്രദ്ധമായിക്കൊണ്ട് അതിങ്ങനെ കൈപ്പിടിച്ച് അതിങ്ങനെ ചുഴറ്റിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ അത് ഉണ്ടാക്കി വെക്കുന്ന അപകടം വളരെ വലുതാണ്. അതുപോലെയാണ് നാവിനെ അല്ലാഹു സംവിധാനിച്ചത്. ഒരു സുരക്ഷിതമായിട്ടുള്ള ഭദ്രമായിട്ടുള്ള ഒരു അറയിൽ അല്ലാഹു സംവിധാനിച്ചത് വലിയ സന്ദേശമാണ്. അത് എപ്പോഴും ആവശ്യത്തിനും വേണ്ടാത്തിടത്തുമൊക്കെ ഒരേപോലെ ഉപയോഗിക്കേണ്ട ഒന്നല്ല എന്നുള്ള വലിയൊരു സന്ദേശം അവിടെ നൽകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാം നാവ് എന്നുള്ളത് അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ആ നാവ് അത് മതി നമ്മെ നരകത്തിലേക്ക് എത്തിക്കുവാനതാണ്. ഈ നാവ് എന്നുള്ളത് അത് നമ്മുടെ സ്വർഗമാണ്, അതോടൊപ്പം തന്നെ നരകവുമാണ്. വേണ്ട വിധം ശ്രദ്ധിച്ചില്ലെങ്കിൽ നരകത്തിലേക്ക് എത്തും. അതാണല്ലോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ഞാൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു കാര്യം, പ്രവാചകൻ നാവ് പിടിച്ചിട്ട് പറഞ്ഞു, ഇതിനെയാണ്, ഈ എല്ലില്ലാത്ത ഈ ഒരു അവയവത്തെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്ന്. കാരണം എന്താ? അത് നമ്മെ നരകത്തിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കും. നമ്മുടെ നാവ് ശരിയായിട്ടില്ലെങ്കിൽ നമ്മുടെ ഈമാൻ പോലും ശരിയാവുകയില്ല എന്ന് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അനസ് ഇബ്നു മാലിക് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു, ഒരു മനുഷ്യന്റെ ഈമാൻ ശരിയാവുകയില്ല ഹത്താ യസ്തഖീമ ഖൽബുഹു, അവന്റെ ഹൃദയം ശരിയാകാതെ. വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു, ഒരു മനുഷ്യന്റെ ഹൃദയം അത് ശരിയാവുകയില്ല അവന്റെ നാവ് നേരെയാകാതെ എന്നാണ്. അപ്പൊ നാവ് നേരെയായാൽ മാത്രമേ നമ്മുടെ ഹൃദയം നേരെയാവുകയുള്ളൂ. ആ ഹൃദയം നേരെയായാൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈമാനും നേരെയാവുകയുള്ളൂ, ശരിയാവുകയുള്ളൂ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അക്സറു ഖതായ ഇബ്നു ആദം ഫി ലിസാനിഹി, ഇമാം അൽബാനി തന്റെ സിൽസിലത്തു സ്വഹീഹയിൽ കൊടുക്കുന്ന ഹദീസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു ആദമിന്റെ മകന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ തെറ്റുകൾ സംഭവിക്കുന്നത് അവന്റെ നാവ് കൊണ്ടാണ്, അല്ലേ? ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റുകൾ വന്നു ചേരുന്നത് നമ്മുടെ നാവ് കാരണമാണ് എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് റസൂൽ ആ നാവിനെ സൂക്ഷിക്കണമെന്നും അതിനെ ഭയപ്പെട്ടതുമൊക്കെ എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഈ നാവ് എന്നുള്ളത് അത് സൂക്ഷിച്ചുകൊണ്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അത് നമുക്ക് നരകമാണ് വാങ്ങി വെക്കുക എന്ന് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇരുതല മൂർച്ചയുള്ള ഒരു ആയുധം എങ്ങനെയാണ് ഉപയോഗിക്കുക, അതുപോലെ നാം നാവിനെ കൈകാര്യം ചെയ്യൽ വളരെ അത്യാവശ്യമാണ്. കാരണം അത്തരത്തിൽ ഒരു ശ്രദ്ധയില്ലാതെ അശ്രദ്ധമായി കൊണ്ട് നാവിനെ നാം അയച്ചുവിടുക, ഒരു നിയന്ത്രണവുമില്ലാതെ അയച്ചുവിടുകയാണെങ്കിൽ അത് നമുക്ക് നരകം തന്നെയാണ് എന്നാണ് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ നാവിനെ എന്നുള്ളത്. ഈ നാവ് കൊണ്ട് നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഇതേ നാവ് കൊണ്ട് തന്നെ വലിയ അപകടങ്ങളും തിന്മകളും വരുത്തി വെക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ നാവുമായി ബന്ധപ്പെട്ട് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തത് നാം മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് പരിഹാസവും നുണയുമാണ്. ഈ നാവ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന വലിയ തിന്മകൾ, ജീവിതത്തിൽ നാം മാറ്റി നിർത്തേണ്ട, ഒഴിവാക്കേണ്ട തിന്മകൾ കൃത്യമായി കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അൻ ബഹ്ർ ഇബ്നു ഹഖീം ഖാല ഹദ്ദസനി അബി അൻ അബീഹി ഖാല സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ വൈലുൽ ലില്ലദി യുഹദ്ദിസു ഫയക്ദിബു ലിയുദ്ഹിക ബിഹിൽ ഖൗമ വൈലുൽ ലഹു. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അല്ലേ, നമ്മുടെ നാവ് കൊണ്ട് ദിനേന ചെയ്യുന്ന ഒരു കാര്യമാണ്. പല സമയങ്ങളിലായിക്കൊണ്ട്, പല സന്ദർഭങ്ങളിലായിക്കൊണ്ട് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൗതുകത്തിന് വേണ്ടിയിട്ട് കളവ് പറയുക എന്നുള്ളത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. എന്താണ് അതിന്റെ അപകടം? ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ? അല്ലാണ്ട് റസൂല് എത്ര ഗൗരവത്തോടു കൂടി ആ വിഷയത്തൊക്കെ നോക്കിക്കണ്ടത് പരിശുദ്ധ ഇസ്ലാം എന്ന് നമ്മൾ ആലോചിക്കണം. അല്ലാണ്ട് റസൂല് പറഞ്ഞത് വൈരുൻ, അവന് നാശമാണ്. അല്ലെ, യുഹദ്ദിസു ഫയക്ദിബു ലിയുദ്ഹിക ഖൗമഹു. ആ തന്റെ ജനതയെ, ഒരു സമൂഹത്തെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആനന്ദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കളവുകൾ പറയുന്നവന് നാശമെന്നാണ്. എന്താണ് ഈ നാശം? വൈലെന്ന് വെച്ചാൽ എന്താണ് ഈ നാശം? അന്നാർ, അത് നരകമാണ്. വൈലുല്ലഹു, പ്രവാചകൻ ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞു അവന് നാശമാണ്, നരകമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ചുകൊണ്ട് പറയുകയാണ്. നോക്കൂ, നിങ്ങൾ ജീവിതത്തിൽ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ വ്യവഹാരങ്ങളിലേക്ക്, കച്ചവടങ്ങളിലേക്ക്, നമ്മുടെ ഇടപാടുകളിലേക്ക് ഇറങ്ങി, വൈകിട്ട് രാത്രി നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്ന് നമ്മുടെ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കുന്നത് വരെ നമ്മളിങ്ങനെ വെറുതെ ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കണം, നമ്മുടെ സംസാരങ്ങളിൽ എവിടെയൊക്കെയാണ് കളവുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് പാളിച്ചകൾ സംഭവിച്ചിട്ടുള്ളത് എന്നത് നമ്മൾ ആലോചിക്കണം. അതിനെയൊന്നും നമ്മൾ നേരെയാക്കാതെ, ശ്രദ്ധിക്കാതെ, ഗൗനിക്കാതെ വിടുകയാണെങ്കിൽ അതൊന്നും വലിയ കാര്യമില്ല. ഇന്നത്തെ കാലത്ത് കച്ചവടം നടക്കണമെങ്കിൽ കുറച്ചൊക്കെ കളവ് പറയണം, അല്ല, ഇന്നത്തെ കാലത്ത് ബിസിനസ് നടക്കണമെങ്കിൽ കളവ് പറയേണ്ടി വരും എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ മാനസികാവസ്ഥ എത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ സ്വർഗത്തെ നഷ്ടപ്പെടുത്തുന്ന വലിയ തിന്മയായി കൊണ്ടാണ് അതിനെ പരിചയപ്പെടുത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെയാണ് ഈ പരിഹാസം എന്നുള്ളത്, അല്ലെ, മറ്റുള്ളവരെ പരിഹസിക്കുക എന്നുള്ളത്, അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുക എന്നത് വളരെ ഗൗരവത്തിൽ ഇസ്ലാം നോക്കിക്കണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയകളൊക്കെ ഇങ്ങനെ സജീവമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ സോഷ്യൽ മീഡിയകളിലൂടെ പരിഹാസങ്ങളും ഇതുപോലെയുള്ള ആക്ഷേപങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നവർ നിരവധിയാണ്. പ്രിയപ്പെട്ട വിശ്വാസിനികളെ, നമ്മൾ ഒരിക്കലും അത്തരത്തിലുള്ള തിന്മയിലേക്ക് കടന്നു പോകാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് ഉണർത്തുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون. സൂറത്തുൽ ഹുജറാത്തിലെ 11-ാമത്തെ വചനം നമ്മൾ ശരിക്ക് പഠിക്കണം. നാം ഓരോരുത്തരും ശരിക്ക് ചിന്തിക്കേണ്ട വചനം. കാരണം വിശ്വാസികളായിട്ട് നമ്മെ വിളിച്ച റബ്ബ് പറയാണ്, നമ്മൾ ഓരോരുത്തരെയും വിളിച്ച റബ്ബ് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, അല്ലയോ മുഅ്മിനുകളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ, നിങ്ങൾ മറ്റൊരു സമുദായത്തെ പരിഹസിക്കരുത് കേട്ടോ. ഒരു കൗമ് മറ്റൊരു കൗമിനെ പരിഹസിക്കരുത് കേട്ടോ. കാരണം അസാ യകൂനു ഖൈറൻ മിൻഹും, ഈ പരിഹസിക്കപ്പെടുന്ന വിഭാഗം പരിഹസിക്കുന്നവരെക്കാൾ ചിലപ്പോൾ ഏറ്റവും ഉത്തമരായേക്കാം.
സ്ത്രീകളോട് പ്രത്യേകം പറഞ്ഞു, വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന. ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയെ ദുഷിച്ചു പറയരുത്, പരിഹസിക്കരുത്, കളിയാക്കരുത്. കാരണം ആ കളിയാക്കപ്പെടുന്നവൾ ഈ കളിയാക്കുന്നവളെക്കാൾ ഉത്തമയായേക്കാം. എന്നിട്ട് ഖുർആൻ പറഞ്ഞത് വലാ തൽമിസൂ അൻഫുസകും, നിങ്ങൾ പരസ്പരം കുത്തുവാക്കുകൾ പറയരുത് കേട്ടോ. അല്ലെ, ഇതൊക്കെ നാവ് കൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളാണ്. വളരെ കർശനമായിക്കൊണ്ട് നമ്മെ അള്ളാഹു വിളിച്ചുകൊണ്ട് താക്കീത് നൽകുകയാണ്. വലാ തൽമിസൂ അൻഫുസകും, പരസ്പരം കുത്തുവാക്കുകൾ നിങ്ങൾ പറയരുത്. വലാ തനാബസൂ ബിൽ അൽഖാബ്, പരസ്പരം ലഖബുകൾ വിളിച്ച് നിങ്ങൾ കളിയാക്കരുത്, ആക്ഷേപിക്കരുത്. അല്ലെ, എന്താ ലഖബുകൾ? ഇരട്ടപ്പേര്. നമുക്കൊക്കെ ചില ആളുകൾക്കൊക്കെ ഒരു സമ്പ്രദായം ഉണ്ട്, അങ്ങനെ ഇരട്ടപ്പേരുണ്ടാവും നാട്ടിലൊക്കെ. എന്നിട്ട് ആ ഇരട്ടപ്പേര് വിളിച്ചുകൊണ്ടാണ് അവനെ വിളിക്കലും അവനെ അഭിസംബോധന ചെയ്യലും അവനെ മറ്റുള്ളവർക്കിടയിൽ കളിയാക്കലുമൊക്കെ. ആ ഇരട്ടപ്പേര് ഒരിക്കലും അവരിഷ്ടപ്പെടാത്ത ആ ഇരട്ടപ്പേര് വിളിച്ചുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്ന ചില പ്രവണത നമുക്കിടയിലൊക്കെ കാണാൻ കഴിയും. അതൊരിക്കലും വിശ്വാസികൾക്ക് ഭൂഷണമല്ല എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഇരട്ടപ്പേരുകൾ വിളിച്ച് പരസ്പരം കളിയാക്കാൻ, ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള പേരുകളൊന്നും വിളിക്കരുത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ പഠിക്കുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ, കുട്ടികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരൊക്കെ ഈ ക്ലാസ്സുകളിലൊക്കെ അല്ലെങ്കിൽ അവരുടെ സംസാരത്തിലൊക്കെ ഇത്തരത്തിലുള്ള ഓരോരോ പേരുകൾ, നമ്മുടെ നാട്ടില് ടൈറ്റ് പേര് എന്നൊക്കെ പറയുന്ന പേരുകളിട്ട് പരിഹസിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത്ര നിസ്സാരമായിക്കൊണ്ട് നമ്മളൊക്കെ അതിനെ കാണുന്നത്, അല്ലെ, വളരെ നിസ്സാരമായിക്കൊണ്ട് നമ്മൾ അതിനെ കാണുന്നത്. എന്നാൽ പരിശുദ്ധ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വളരെ ഗൗരവത്തിൽ ഉണർത്തിയിട്ടുള്ള കാര്യമാണ് അത്തരത്തിലുള്ള ഇരട്ടപ്പേരുകളൊന്നും വിളിക്കരുത്. അതൊക്കെ ബിഇസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ. നിങ്ങൾ വിശ്വാസികളായിട്ടും അങ്ങനെയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ, നിങ്ങൾ വിശ്വാസികളായിട്ടും അങ്ങനെയൊക്കെ വിളിക്കുകയാണെങ്കിൽ അത് എത്ര നീചമാണെന്ന് ഖുർആൻ പറഞ്ഞു, എത്ര മോശപ്പെട്ട സംഗതിയാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞൊരു കാര്യമുണ്ട്, വമല്ലം യതുബ്, അങ്ങനെ വിളിച്ചു പോയിട്ടുണ്ടെങ്കിൽ വമല്ലം യതുബ്, ആരാണോ പശ്ചാത്തപിച്ചു മടങ്ങാത്തത്, ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവർ തന്നെയാണ് അക്രമകാരികൾ, അവരാണ് അതിക്രമകാരികൾ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റൊരാൾ അങ്ങനെ കളിയാക്കി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യണമെന്ന വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം. നമ്മൾ എത്ര പേര് അതിനെപ്പറ്റി ചിന്തിക്കാറുണ്ട്, അല്ലെ? അങ്ങനെ അവൻ തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ, ഒരുപാട് പേരെ കളിയാക്കി പരിഹസിച്ച് ചിരിച്ച് സമൂഹ മധ്യത്തിൽ അവനെ അധിക്ഷേപിച്ചുകൊണ്ട് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവൻ തന്നെയാണ് വലിയ അതിക്രമകാരി എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം. പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, രണ്ടാമതായിക്കൊണ്ട് ഈ നാവ് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പരദൂഷണവും ആരോപണവും എന്നുള്ളത്, അല്ലെ? മറ്റുള്ളവരെ അധിക്ഷേപിച്ച് പറയുക, മറ്റുള്ളവരോട് പരദൂഷണങ്ങൾ പറയുക എന്നുള്ളത് വിശുദ്ധ ഖുർആൻ അതിനെ വളരെ ഗൗരവത്തിൽ നോക്കിക്കണ്ട ഒരു വിഷയമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ അയുഹിബ്ബു അഹദുകും മൻ യഅകുല ലഹ്മ അഖീഹി മൈതാൻ അയ്യഅകുല ലഹ്മ അഖീഹി മൈതാൻ ഫകരിഹ്തുമൂ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ തവ്വാബുർ റഹീം. നോക്കൂ നിങ്ങൾ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും സൂറത്തുൽ ഹുജറാത്തിലൂടെ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാ, അല്ലയോ വിശ്വാസികളെ, ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി, നിങ്ങൾ ഊഹത്തെ തൊട്ട് അകന്നു നിൽക്കണം. ഊഹിച്ചുകൊണ്ട് പറഞ്ഞുണ്ടാക്കരുത് ഒരു കാര്യവും. ഊഹിച്ചുകൊണ്ട് ഒരു കാര്യവും ഒരാളെ പറ്റിയും ഊഹിച്ചുകൊണ്ട് നിങ്ങൾ പറയരുത്. അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. കാരണം ഇന്ന ബഅദൽ-ളന്നി ഇസ്മ, തീർച്ചയായും ഊഹങ്ങളിൽ ചിലത് അത് കുറ്റകരമാണ്, പാപമാണ്. നിങ്ങൾ അങ്ങനെ ഊഹിച്ചത് തന്നെ നിങ്ങൾക്ക് കുറ്റം കിട്ടാനുള്ള സംഗതിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, വലാ തജസ്സസൂ വലാ തജസ്സസൂ, നിങ്ങൾ ജാസൂസിന്റെ പണിയെടുക്കരുത് കേട്ടോ, ചാരപ്പണി എടുക്കരുത് കേട്ടോ. അല്ലെ, ഇവിടുന്ന് കേട്ടത് അവിടെ പോയി പറയാം,
അവിടുന്ന് കേട്ടത് ഇവിടെ പറയാ. അങ്ങനെ ഉണ്ട് ചില ആളുകൾ, അങ്ങനെ നൂലും കമ്പിയൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ. വിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് കണിശമായി കൊണ്ട് പറഞ്ഞു, വലാ തജസ്സസൂ, നിങ്ങൾ അങ്ങനെയുള്ള ചാരപ്പണി എടുക്കരുത് കേട്ടോ. വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ, നിങ്ങൾ പരസ്പരം ഗീബത്ത് പറയരുത്. നിങ്ങൾ പരസ്പരം ഗീബത്ത് പറയാൻ പാടില്ല. അല്ലെ, നമ്മൾ ഒഴിവ് കിട്ടിയാൽ സോഷ്യൽ മീഡിയകളിലാകട്ടെ അല്ലാത്ത സമയങ്ങളിലാകട്ടെ അത്തരത്തിലുള്ള ഏഷണിയും പരദൂഷണവുമായിക്കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. എന്താ അതിനെപ്പറ്റി വിശുദ്ധ ഖുർആൻ ഉപമിച്ചെന്നറിയോ? നമ്മളൊരു സഹോദരനെ പറ്റിയിട്ട് നമ്മൾ ഒരാളോട് പറയുകയാണെങ്കിൽ, ഏഷണി പറയുകയാണെങ്കിൽ, പരദൂഷണം പറയുകയാണെങ്കിൽ, അതിനെ അള്ളാഹു ഉപമിച്ചത് അവന്റെ മാംസം. അതായത് നമ്മുടെ ഒരു സഹോദരൻ മരിച്ചു കിടക്കുക, ആ മരിച്ചു കിടക്കുന്ന സഹോദരന്റെ മാംസം തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഖുർആൻ ചോദിക്കുക, ആ യുഹിബ്ബു അഹദുക്കും, നിങ്ങൾ ഇഷ്ടപ്പെടുമോ, നിങ്ങൾ ആഗ്രഹിക്കുമോ? മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ സഹോദരന്റെ മാംസം, ഇറച്ചി ഭക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? ഫകരിഹ്തുമു, എന്നിട്ട് ഖുർആൻ തന്നെ പറഞ്ഞു, നിങ്ങൾ അത് വെറുക്കുന്നുണ്ടല്ലേ, എങ്കിൽ അതുപോലെയാണ് നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ പറ്റിയിട്ട് ഏഷണി പറയുന്നത്, പരദൂഷണം പറയുന്നത്, അവന്റെ മരിച്ചു കിടക്കുന്ന ആ സഹോദരന്റെ പച്ച ഇറച്ചി തിന്നുന്നത് പോലെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുക. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ യഥാവിധി സൂക്ഷിക്കണം കേട്ടോ ഈ വിഷയത്തിലൊക്കെ. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അല്ലാഹു ഏറെ പശ്ചാത്തലം സ്വീകരിക്കുന്നവൻ, തൗബ സ്വീകരിക്കുന്നവനാണ്, അവൻ കാരുണ്യവാനാണ്. നിങ്ങൾ അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്ത് മടങ്ങണം കേട്ടോ. നിങ്ങൾ ഖേദിച്ചു മടങ്ങണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്രമാത്രം ഗൗരവമുള്ള വിഷയം. നമ്മുടെ ജീവിതത്തിലൊക്കെ എത്ര സന്ദർഭങ്ങളിൽ അതിനെപ്പറ്റി നമ്മുടെ സംസാരങ്ങൾ, ദിനേനയുള്ള സംസാരങ്ങളിലൊക്കെ വന്നു പോയിട്ടുണ്ടാവും അല്ലെ? നമ്മൾ ആലോചിച്ച് നോക്കേണ്ട അതിന് ഗൗരവം. അപ്പൊ നമ്മൾ പറയും, ഉള്ള കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞത്, ഇല്ലാത്തൊന്നല്ലോ അല്ലെ? സാധാരണ നമ്മൾ ന്യായം കണ്ടെത്താറുള്ളത് ഉള്ളതാണല്ലോ പറഞ്ഞത്, ഇല്ലാത്തൊന്നല്ലല്ലോ എന്നാണ് നമ്മൾ ഒരു സമാധാനം കണ്ടെത്താറുള്ളത്. അതും തെറ്റാണ്. ഇതേ സംശയം സ്വഹാബത്തിനുണ്ടേനി. അൻ അബീ ഹുറൈറത അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അതദറൂന മൽ ഗീബ, സ്വഹാബത്തിനോട് ചോദിച്ചു, എന്താണ് ഗീബത്ത് എന്ന് നിങ്ങൾക്കറിയാമോ? ഗീബത്ത് പറയരുത്, ഗീബത്തിന് കുറ്റുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താണ് ഈ ഗീബത്ത് എന്ന് വെച്ചാൽ? ഖാലു, സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവും അവന്റെ റസൂലുമാണ് ഏറ്റവും അറിയുന്നവൻ. ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണ് ഗീബത്ത്? സിക്റുക അഖാക ബിമാ യക്റഹു. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. സിക്റുക അഖാക, നിന്റെ സഹോദരനെ പറ്റി പറയല. എന്ത്? ബിമാ യക്റഹു, അവൻ വെറുക്കപ്പെട്ട ഒരു കാര്യം, അവൻ ഇഷ്ടമില്ലാത്ത കാര്യം അവന്റെ അഭാവത്തിൽ മറ്റൊരാളോട് പറയുക. ഒരിക്കലും ആ സഹോദരൻ അത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയുള്ള ഒരു കാര്യം നാം എന്ത് ചെയ്യുക? മറ്റൊരാളോട് പറയുക, അത് ഉള്ളതാണെങ്കിലും. ഇത് കേട്ടപ്പോ ഖീല അഫറഅയ്ത ഇൻ കാന ഫീ അഖീഹി മാഅകുൽ, അപ്പോൾ ഒരാൾ ചോദിച്ച്, അങ്ങനെയാണെങ്കിൽ റസൂലെ, ഞാൻ ഉള്ള കാര്യമാണെങ്കിൽ അവനെ പറ്റി പറഞ്ഞത്, അവരിൽ ഉള്ള ഒരു കാര്യത്തെ പറ്റിയാണ് പറഞ്ഞതെങ്കിലോ? ഖാല, അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ഇൻ കാന ഫീഹി മാ തഖൂൽ ഫഖദ് ഇഅ്തബതുഹു, നീ അവനിൽ ഉള്ള ഒരു കാര്യത്തെ പറ്റിയാണ് നീ മറ്റൊരാളോട് പറഞ്ഞതെങ്കിൽ ഫഖദ് ഇഅ്തബതുഹു, നീ അവനെ കുറിച്ച് ഗീബത്ത് പറഞ്ഞിരിക്കുന്നു. വഇൻ ലം യകുൻ ഫീഹി ഫഖദ് ബഹതുഹു, ഇനി അവനിൽ ഇല്ലാത്തൊരു കാര്യമാണ് പറഞ്ഞതെങ്കിലോ? ഫഖദ് ബഹതുഹു, നീ അവനെ കുറിച്ച് കളവ് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നിങ്ങൾ രണ്ടായാലും പാടില്ല. ഉള്ള കാര്യമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ വെറുക്കപ്പെട്ട, അവൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം മറ്റൊരു സഹോദരനോട് പറയാൻ പാടില്ല. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതാണ് ഗീബത്ത് എന്ന് പറയുന്നത് അല്ലെ? നമ്മുടെ സംസാരങ്ങളൊക്കെ നാം ദിനേനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായിക്കൊണ്ട് നാം മനസ്സിലാക്കുക, സത്യവിശ്വാസി എന്ന നിലയ്ക്ക് നമ്മുടെ നാവിനെ നമ്മുടെ നരകത്തിലേക്ക്, നമ്മുടെ ശരീരത്തിന് നരകത്തിന് ഭക്ഷണമാക്കുന്ന രീതിയിൽ നമ്മുടെ നാവിനെ മാറ്റാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ശ്രദ്ധിക്കാൻ പറഞ്ഞ മറ്റൊരു കാര്യമാണ് നാവ് കൊണ്ട് അസഭ്യവും അശ്ലീലതയും പറയുക എന്നുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നൽ മുഅ്മിന ലൈസ ബിൽ ആൻ വലൽ തുആൻ വലൽ ഫാഹിഷ വലൽ ബദിയ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാം, ഒരിക്കലും ഒരു വിശ്വാസി, ഒരു മുഅ്മിന് ശാപവാക്കുകൾ പറയുന്നവനാകാൻ പാടില്ല.
വലൽ തുആൻ കുത്തി പറയുന്നവനാകാൻ പാടില്ല, വലൽ ഫാഹിഷ മ്ലേച്ഛത സംസാരിക്കുന്നവനാകാൻ പാടില്ല, വലൽ ബദീ അശ്ലീലത അസഭ്യം പുലമ്പുന്നവനാകാൻ പാടില്ല. ഇതൊന്നും ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിനെ നമ്മൾ ഒരു നിയന്ത്രണമില്ലാതെ അള്ളാഹു ഇത്രമാത്രം ഭദ്രമാക്കി കെട്ടി പൊതിഞ്ഞ് വെച്ചിട്ടുള്ള ഈ നാവിന് ഒരു ലൈസൻസും ഇല്ലാതെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ തന്നെ ആ നാവ് നരകത്തിലേക്ക് നമ്മെ എത്തിക്കണം. കാരണം കൂടുതൽ ആളുകളുടെ സ്വർഗം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് ഈ നാവ് എന്നുള്ളത്. നമ്മൾക്ക് നിസ്സാരമായിക്കൊണ്ട് നമ്മൾ കാണുമെങ്കിലും അതിന്റെ വിഷയം വളരെ ഗൗരവമുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ നാവിനെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക. കാരണം അല്ലാഹു റസൂൽ പറഞ്ഞത് ഫൽയഖുൽ ഖൈറ ഔ ലിയസ്മുത്, നല്ലത് പറയാ, നല്ലത് പറയാനൊന്നുമില്ലെങ്കിലോ മിണ്ടാതിരിക്കും. അവൻ സംസാരിക്കേണ്ടെന്നാ പറഞ്ഞത്, നല്ലത് പറയാനൊന്നുമില്ലെങ്കിൽ എന്തെങ്കിലും പറയട്ടെ എന്നല്ല. അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ നാവിനെ സൂക്ഷിച്ച് ആ സ്വർഗത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുമ്പോൾ അത്തരത്തിലുള്ള സ്വർഗത്തെ നഷ്ടപ്പെടുത്തുന്ന, നാവ് കൊണ്ട് നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുനിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. സർവ്വലോക രക്ഷിതാവും അളവറ്റ ദയാപരനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷിച്ചുകൊണ്ട് തെറ്റുള്ളവരായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹമായിട്ട് നൽകിയ ഈ നാവിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി വിജയം കൈവരിക്കുന്നവനാണ് ഒരു യഥാർത്ഥ വിശ്വാസി എന്നുള്ളത്. ഈ നാവ് കൊണ്ട് നമുക്കൊരുപാട് നന്മകൾ സമ്പാദിക്കാൻ സാധിക്കും. എണ്ണമറ്റ നന്മകൾ നാവ് കൊണ്ട് നമുക്ക് ചെയ്ത് കൂട്ടാൻ സാധിക്കും. അതിന് വലിയ ഭഗീരഥ പ്രയത്നമൊന്നും വേണ്ട, അത് വലിയ പ്രയാസങ്ങളൊന്നുമില്ല. ലളിതമായി കൊണ്ടുള്ള മാർഗത്തിൽ ഈ നാവ് കൊണ്ട് നമുക്ക് സ്വർഗം നേടിയെടുക്കാൻ കഴിയും. നരകത്തിലേക്ക് പോകുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞു. അതിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരുപാട് ദിക്റുകളുണ്ട്. ആ ദിക്റുകളൊക്കെ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ഉരുവിടുക, മനസ്സറിഞ്ഞുകൊണ്ട് ആ ദിക്റുകൾ നാം നിരന്തരമായിക്കൊണ്ട് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ആ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് കലിമത്താനി ഖഫീഫത്താനി. കലിമത്താനി ഖഫീഫത്താനി, ലഘുവായ രണ്ട് കലിമത്തുകൾ, രണ്ട് പദങ്ങൾ. ഹബീബത്താനി ലിർറഹ്മാൻ, എന്നാൽ പരമകാരുണ്യത്തിന് ഏറെ ഇഷ്ടപ്പെട്ട രണ്ട് പദങ്ങൾ. സഖീലത്താനി ഫിൽ മീസാൻ, മീസാനിൽ ഏറെ ഖനം തൂകുന്ന രണ്ട് കലിമത്തുകൾ. ഏതാണത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. നാവ് കൊണ്ട് ലളിതമായത്. റസൂൽ പറഞ്ഞ ഖഫീഫത്തുൽ ലിസാൻ, നാവിന് ഏറ്റവും ലഘുവായത്, എന്നാലോ പരലോകത്ത് തുലാസിൽ ഏറെ ഖനം തൂകുന്നത്. ചൊല്ലിക്കൂടെ നമുക്ക് ഒഴിവുള്ള സമയങ്ങളിൽ, യാത്രകളിൽ, ജോലികൾക്കിടയിൽ, സ്ത്രീകൾക്ക് അടുക്കള പണികൾക്കിടയിൽ. എന്ത് തടസ്സമാണത്? മറ്റുള്ള ആളെ പറ്റിയിട്ട് ദുഷിച്ച് പറയാതെ, മറ്റൊരാളെ പറ്റിയിട്ട് ഊഹിച്ച് പറയാതെ, കളവ് പറയാതെ, ഏഷണയും പരദൂഷണവും പറയാതെ, അതേസമയം നാവ് കൊണ്ട് ലളിതമായിട്ടുള്ള ദിക്റുകൾ ചൊല്ലി വലിയ പ്രതിഫലം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ അല്ലാഹു റസൂൽ മറ്റൊരു ദിക്ർ പഠിപ്പിച്ചത് സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി. സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി, ധാരാളമായിക്കൊണ്ട് നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്റ. എന്താ അതിന്റെ മഹത്വം? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്ന് പറഞ്ഞാൽ ഉരിസലഹു നഖ്ലതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവന് വേണ്ടി ഒരു ഈത്തപ്പന നടപ്പെട്ടു എന്ന. സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ ഒരു ഈത്തപ്പന അവിടെ നടപ്പെട്ടു. എത്ര സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്ന് നമുക്ക് പറയാൻ കഴിയും നമ്മുടെ ജീവിതത്തിനിടയിൽ?
അത്രത്തോളം വലിയ ഈത്തപ്പഴത്തോട്ടം സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഒരുക്കി വെക്കും. ഇതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടാണ് നമ്മൾ നാവ് കൊണ്ട് ദുഷിച്ചത് പറയുന്നത്, ഇല്ലാത്തത് പറയുന്നത്, മോശപ്പെട്ട വർത്തമാനങ്ങൾ പറയുന്നത്, അല്ലേ? ഒരു വിശ്വാസിക്ക് അത് പറയാൻ നേരം ഉണ്ടാവില്ല. ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഏഷണി പറയാൻ നേരം ഉണ്ടാവില്ല, പരദൂഷണം പറയാൻ നേരം ഉണ്ടാവില്ല. കാരണം അവന് ദിക്റുകൾ ചൊല്ലാനുണ്ട്, പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ ചൊല്ലാനുണ്ട്, അല്ലേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് കൻസും മിൻ കുനൂസിൽ ജന്ന. അല്ലാഹു റസൂൽ പറഞ്ഞു, സ്വർഗ്ഗത്തിലെ നിധിയാണത്. സ്വർഗത്തിൽ നിങ്ങൾക്ക് നിധി വേണോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത്തരത്തിലുള്ള ദിക്റുകൾ കൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാവിനെ നമ്മൾ സമ്പന്നമാക്കുക. വേണ്ടാത്തരങ്ങളും ദുഷിച്ചതും അസഭ്യവും ചീത്തയും ഒക്കെ നമ്മൾ മാറ്റി നിർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, നമ്മൾ വന്നു പോയിട്ട് ചെറുതും വലുതുമായിട്ടുള്ള മുഴുവൻ പാപങ്ങളും ഞങ്ങൾക്ക് ഇനി വിട്ടുപുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, സഹോദരി സഹോദരന്മാർ, അല്ലാഹുവേ, അവർക്ക് ഇനി മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണം നാഥാ. അല്ലാഹുമ്മ ഇഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.